BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ പോലും പറയാത്ത ചില കാര്യങ്ങളിലേക്കും അവർ ചോദിക്കാത്ത ചില ചോദ്യങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. നിതിൻ രാജ്, ആ പയ്യൻ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആദ്യം തൊട്ട് നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ ആ 10 പേർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ വലിയ വ്യൂസ് ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഗതിയാണ്, ഒരു സംഭവമാണ്. ആർക്കും ഇനി ഇത് കാണാനോ ഇതിനെപ്പറ്റി അറിയാനോ വലിയ താല്പര്യമൊന്നും കാണില്ല. എന്നിരുന്നാലും കുറച്ച് പേർക്കെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണം എന്നൊരാഗ്രഹം കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ സത്യം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രത്യേകിച്ച് ആ പയ്യൻ പഠിച്ചിരുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ആ പയ്യൻ്റെ സഹപാഠികൾ, ആ കോളേജിലെ പല കുട്ടികൾ അവിടെ പഠിപ്പിച്ചിരുന്ന റാം എന്ന അധ്യാപകനെതിരെ വന്ന് സംസാരിച്ചിട്ടും ഇത്രയും ദിവസമായിട്ട് അയാളെ ഒന്ന് കസ്റ്റഡിയിലെടുക്കാൻ ഇവിടുത്തെ പോലീസിന് പറ്റിയിട്ടില്ല. ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അയാൾ പൊടിയും തട്ടി എവിടെയോ ഒളിവിലാണെന്ന്. മുൻകൂർ ജാമ്യാപേക്ഷയായിട്ട് അയാളും മറ്റേ ആ ലേഡി ടീച്ചറും ഒക്കെ പോയിട്ടുണ്ട്. അവരെ ഇതുവരെയായിട്ടും പിടിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല. എന്നാൽ ലോൺ ആപ്പ് അതിൻ്റെ പുറകെ പോയിട്ട് അങ്ങ് ഒഡീഷയിൽ നിന്നെങ്ങാണ്ട് അതിൻ്റെ ഉടമസ്ഥന്മാരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ പോലീസിന്. ആ കോളേജിലെ 2 ടീച്ചേഴ്സിനെ, അവിടുത്തെ എത്രയോ സ്റ്റുഡൻസ് അവിടുത്തെ ആ ഒരു സാറിനെതിരെ വന്ന് സംസാരിച്ചു. എന്നിട്ട് പോലും അയാളെ പിടിക്കാൻ കഷ്ടം. ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാനൊരു ക്ലിപ്പ് കണ്ടു. ആ പയ്യൻ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കരഞ്ഞോണ്ടാണ് അവൻ പോകുന്നത്. എന്തിനാണ് അവൻ കരഞ്ഞോണ്ട് പോയത്? അതൊന്നും അന്വേഷിക്കണ്ട. ലോൺ ആപ്പിന്റെ ഭീഷണി അവൻ ഉണ്ടായിരുന്നെന്ന് കാണും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമാണോ അവനെ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം? ആ സാറിനെതിരെ ഇത്രയും കാര്യങ്ങൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞിട്ട് പോലും, ആ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും ചോദ്യം ചെയ്ത് വിട്ടു. അയാളെ പിടിച്ച് അകത്തിടാൻ താല്പര്യമില്ല ഇവിടെ ആർക്കും. എന്തുകൊണ്ട്? ആരുടെ പിടിപാട് കൊണ്ട്? ഈ വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. നിങ്ങളിത് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ലോണാപ്പ് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രതികളെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പറഞ്ഞോളൂ സജയ്. നേരത്തെ ഉത്തർപ്രദേശിലെ നോയിഡയിൽ വെച്ചാണ് ഈ 3 പ്രതികളെ കണ്ണൂർ സിറ്റി സൈബർ പോലീസ് ടീം പോയി അറസ്റ്റ് ചെയ്തതും അവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഇനി ചക്രക്കൽ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലടക്കം വിധേയമാക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നിതിൻ രാജിനെ ഈ പ്രിൻസിപ്പലിന്റെ ചേംബറിലേക്ക് അടക്കം വന്ന് വിളിച്ചു വരുത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചക്രക്കൽ പോലീസ് എടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ലോൺ ആപ്പ് നടത്തിപ്പുകാരായ ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശി ഋഷികേഷ് തിവാരി, ഒപ്പം തന്നെ പ്രശാന്ത് ഖേവൽ, ഒപ്പം ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരാണ് ഈ 3 പ്രതികൾ. ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട്. ഈ സംഭവം നടന്ന 10-ാം തീയതിയും അതിന് തൊട്ട് മുൻപുള്ള ദിവസവും 9-ാം തീയതിയും നിരന്തരം ഈ അധ്യാപികയുടെ ഫോണിലേക്കും ഒപ്പം തന്നെ നിതിൻ രാജിന്റെ ഫോണിലേക്കും നിരന്തരം വിളിച്ച് ഇത്തരത്തിൽ അധിക്ഷേപകരമായ അല്ലെങ്കിൽ നിരന്തരം ഇവരെ സമ്മർദ്ദത്തിലാക്കി, അത് പല രീതിയിൽ അശ്ലീലമായ കാര്യങ്ങൾ പറഞ്ഞു, ഒപ്പം തന്നെ ഇവരെ പല രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ ഈ പണം തിരികെ ചോദിച്ചിരുന്നു. 15,000 രൂപയാണ് നിതിൻ രാജ് ഈ ഓൺലൈൻ വായ്പയായി എടുത്തിരുന്നത്. അതിനുശേഷം ഇത് തിരിച്ചടവ് മുടങ്ങിയ ഘട്ടത്തിലാണ് ഇതിൽ റെഫറൻസ് ആയി നൽകിയ അധ്യാപികയ്ക്കും ഇത്തരത്തിൽ കോളുകൾ എത്തിയത്. പല രീതിയിൽ മോഫ് ചെയ്ത ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചു, പല രീതിയിലുള്ള മോശം പദപ്രയോഗങ്ങൾ നടത്തിയുമായിരുന്നു ഇവർ ഈ പണം തിരിച്ചടക്കണമെന്ന് ഇവരോട് നിരന്തരം ആവശ്യപ്പെട്ടത്. ഈ ജനുവരി മാസത്തിലാണ് നിതിൻ രാജ് പണം കടമായി എടുക്കുന്നത്. ബാക്കി കേൾപ്പിക്കാം. ഓക്കെ, ലോൺ ആപ്പുകാർ തെമ്മാടത്തിനും ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? ചെയ്തിട്ടുണ്ട്. അവന്മാരെ ആ പയ്യൻ മരിക്കുന്ന അന്നും അതിന്റെ തലേദിവസവും ഒക്കെ തുരുതുരാ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ ടീച്ചറിന്റെ പേര് പറയുന്നില്ല, ഏതോ ഒരു ടീച്ചറിന്റെ നമ്പർ ആയിരുന്നു അവൻ റെഫറൻസ് കൊടുത്തിരുന്നത്. ആ ടീച്ചറിനെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇവന്മാർ ചെയ്തത് തെമ്മാടിത്തരം തന്നെ. അവനെ മരണത്തിലേക്ക് ചിലപ്പം തള്ളിയിടാൻ ഒരു ചെറിയൊരു കാരണം മാത്രമായിരിക്കാം അത്. അതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. 10,000 രൂപയുടെ പേരിൽ ലോൺ ആപ്പുകാർ വിളിച്ച് അവനെ തെറി പറഞ്ഞു, ആ ടീച്ചറിനെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു പോയി. അവൻ ഇല്ലാതെയാകുമോ? അത്രയും കഷ്ടപ്പെട്ട് ഒരു സീറ്റ് ഒപ്പിച്ച് BDSന് പഠിക്കുന്ന ഒരു പയ്യൻ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഇല്ലാതെയാകുമോ? അത് ആദ്യത്തെ ചോദ്യം. ഈ ലോൺ ആപ്പിന്റെ പരിപാടി വരുന്നതിന് മുമ്പ്
വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും, ആ പയ്യന്റെ വീട്ടുകാരും അവന്റെ കൂട്ടുകാരും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ സാർ അവനോട് ചെയ്ത ക്രൂരതകൾ, പറഞ്ഞ വാക്കുകൾ. അതൊക്കെ എന്താ ഇപ്പൊ ആരും ഒരു അക്ഷരം പോലും അതിനെപ്പറ്റി സംസാരിക്കാത്തത്? ആർക്ക് വേണ്ടിയാണത് മുക്കിക്കളയുന്നത്? ലോൺ ആപ്പ് എന്നൊരു സാധനം കിട്ടിയപ്പോൾ നേരെ അതിന്റെ പുറകെ മാത്രം. ഓക്കെ, അതിന്റെ പുറകെ പൊക്കോളൂ. നോയിഡ ചെന്ന് പിടിച്ചില്ലേ? ഇത് അവനെതിരെ ഇത്രയും വലിയ കാര്യങ്ങൾ ഒരു ടീച്ചർ ആക്ഷേപിച്ചില്ലാതാക്കിയിട്ട് ആ ടീച്ചർ ഒളിവിലാണെന്ന്, അയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാൻ നടക്കുകയാണ്, അയാൾ മറ്റേ ടീച്ചറും. രണ്ടിനെയും പിടിക്കാൻ ഇതുവരെയായിട്ടും കേരള പോലീസിന് പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാ? നോയിഡയിൽ പോയി അവന്മാരെ പിടിക്കാമെങ്കിൽ ഇവിടെയുള്ള 2 സാറുമാരെ എന്താ പിടിക്കാൻ പറ്റാത്തത്? അല്ല, ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? നോയിഡയിൽ നിന്ന് പിടിച്ച അവന്മാരെ റിമാൻഡിലിട്ട് കഴിഞ്ഞു. ഇവിടെ 2 ടീച്ചേഴ്സ്, അതിൽ പ്രധാനി റാമോൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, മതം, ജാതി, അത് ഇത് ഒരു സാറ് പറയാൻ കൊള്ളാത്തതിന്റെ എല്ലാം അവൻ പറഞ്ഞിട്ടും കോളേജിൽ നിന്ന് പുറത്താക്കി. വലിയ കാര്യം. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക, റിമാൻഡിലിടുക, അങ്ങനൊന്നും ഇല്ല. അയ്യോ, അവൻ സാറല്ലേ, അവന് പിടിപാട്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ? ബാക്കി കുറച്ചും കൂടെ കേൾക്കാം. 6% എന്ന കൊള്ള പലിശയാണ് ഇവർ ഈ ലോണിന് വേണ്ടി ഈടാക്കിയിരുന്നത്. അതിനാൽ തന്നെ ഏതാണ്ട് 35,000-ലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവർ നിരന്തരം നിതിൻ രാജിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി 9-ാം തീയതിയും അധ്യാപികയ്ക്ക് നിരന്തരം ഫോൺ കോളുകൾ വരുന്നതും അത് ഒരു പരാതിയായി പ്രിൻസിപ്പാളിനെ അറിയിക്കുന്നതും അതിന്റെ ഭാഗമായാണ് പിറ്റേ ദിവസം, അതായത് 10-ാം തീയതി ഉച്ചയോടെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തുന്നതും അധ്യാപകർ, പ്രിൻസിപ്പാളും മറ്റ് 3 അധ്യാപകരും ഈ റൂമിൽ വെച്ച് ഈ കാര്യങ്ങൾ നിതിൻ രാജിനോട് സംസാരിക്കുന്നതും നിതിന്റെ ഫോൺ അവിടെ വെച്ച് വാങ്ങുന്നതും. അതിനുശേഷം ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെയാണ് ഈ നിതിൻ രാജിന്റെ ആത്മഹത്യ ജീവനൊടുക്കുന്ന സംഭവത്തിലേക്ക് നയിക്കുന്നത്. അതിൽ തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് ഈ സൈബർ പോലീസ് സംഘം വളരെ പെട്ടെന്ന് തന്നെ ഈ ഡൽഹിയിൽ എത്തുകയും പിന്നീട് ഉത്തർപ്രദേശ് നോയിഡയിലെ ഇവരുടെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇവരെ എത്തുകയും ഉത്തർപ്രദേശ് പോലീസ് മതി കേട്ടല്ലോ. ആ പയ്യനെ വിളിച്ച, അല്ലെങ്കിൽ അവൻ, നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഞാനത് കാണിച്ചു തരാം. ഒരു ക്ലിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്നലെയൊക്കെ ആയിട്ട്. അവനെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വിളിക്കുന്നു, അവനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു. അവൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ടീച്ചറിനെ വിളിച്ച്, അവരുടെ നമ്പറാണല്ലോ കൊടുത്തിരുന്നത്, സോ അവരെ വിളിച്ച് മോശം വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് അവരും ഒക്കെ പ്രിൻസിപ്പളിനോട് പറഞ്ഞ് അങ്ങനെ ഈ പയ്യനെ വിളിച്ചതായിരിക്കാം. വിളിച്ചു വരുത്തി അവരവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ അവനോടത് മര്യാദയ്ക്ക് ഡീല് ചെയ്ത് സംസാരിച്ച് വിടുക, അതല്ല ചെയ്തത്. മനസ്സിലായോ? ഉണ്ട്, ഇല്ല, ഞാനതാണ് തുടക്കം തൊട്ടേ പറഞ്ഞത്. ലോൺ ആപ്പിന്റെ നല്ല ഒരു രീതിയിലുള്ളൊരു കളി ആ ചെറുക്കനെ ഇല്ലാതാക്കാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനു മുമ്പ് ഇവിടെ പൊട്ടി മുളച്ചൊരു സാധനമുണ്ട്. റാം അധ്യാപകൻ, അവൻ അവനെ കോളേജിൽ പിള്ളേരെ ഓരോരുത്തരെയും അവൻ പറഞ്ഞിരുന്നതും അവൻ ചെയ്തിരുന്നതുമായിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ പുറത്തെല്ലാവരും അറിഞ്ഞു. എന്നിട്ടും അവന് എസ്കേപ്പാണ്, അവൻ ഒളിവിലാണ്. അവനെ അകത്തിടുക, അവൻ ഒന്നുമില്ല, അവനെ കോളേജിൽ നിന്ന് പുറത്താക്കി, പരിപാടി തീർന്നു. അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് ലോൺ ആപ്പ് മാത്രമാണ്. അതിന്റെ പേരിൽ പ്രിൻസിപ്പാൾ വിളിച്ചു, അവനെ ഫയർ ചെയ്തു. അതിന്റെ പേരിൽ അവൻ പോയി അങ്ങ് ഇല്ലാതായി. അത് മാത്രമായിരിക്കുമോ? അവൻ നോക്കിയപ്പോഴത്തേക്ക് ലോൺ ആപ്പിന്റെ പേരിലുമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ വക ആട്ട്. എങ്ങനെ ആ ചെറുക്കന്റെ മനസ്സ് ഒന്ന് പതറാതിരിക്കും? എന്തെങ്കിലും ചെയ്തങ്ങ് തീർത്തേക്കാം എന്ന് എങ്ങനെ അവൻ ചിന്തിക്കാതിരിക്കും? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോണേ. മതി, അവിടെ 2 ടീച്ചർമാരിരിക്കുന്ന കണ്ടല്ലോ. അതിൽ ഏതോ ഒരു ടീച്ചറിന്റെ റെഫറൻസ് നമ്പർ അവരുടെയാണ് അവൻ കൊടുത്ത് റെഫറൻസ് ആയിട്ട്. അപ്പൊ അവരെയും വിളിച്ച് മോശമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ വന്ന് പ്രിൻസിപ്പളിനോടൊക്കെ പറഞ്ഞു. ഇവരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വിളിച്ചു, സംസാരിച്ചു. അവൻ കരഞ്ഞു കൂവി അവനോട് ഇറങ്ങി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ സ്വയം അങ്ങ് ഇല്ലാതെയാവുന്നത്. എല്ലാം കൂടെ ആ പയ്യനെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം അവനില്ല. പഠിപ്പിക്കുന്ന സാറിന്റെ വക കേൾക്കാവുന്നതെല്ലാം കേൾക്കുന്നു. കൂടാതെ ഒരു 15,000 രൂപ എടുത്തു, അത് 35,000. ലോൺ ആപ്പ് എല്ലാം കൂടെ അവന് മടുത്ത് കാണും. മനസ്സിലായോ?
എല്ലാം കൂടെ അവന് മടുത്തു. അതാണ് സംഭവിച്ചത്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ. ലോൺ ആപ്പ് ഒരു കാരണമാണ്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ സർ റാം, അത് വേറൊന്നും കൊണ്ടല്ല, അയാൾക്കെതിരെ ഒന്നും രണ്ടും ആൾക്കാരല്ല, എന്തോരം പെൺകുട്ടികൾ തന്നെ അയാൾക്കെതിരെ, ഒരാൾ പോലും നല്ലത് അയാൾക്കെതിരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും അയാൾക്കെതിരെ മോശം കാര്യങ്ങൾ മാത്രമാണ്. ഒരു നല്ല അധ്യാപകനായിട്ട് അവനെ കാണാൻ പറ്റില്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവൻ ചില്ലറയൊന്നും ആയിരിക്കത്തില്ല ഈ പയ്യനെ പോലും മാനസികമായിട്ട് ഉപദ്രവിച്ചിരിക്കുന്നത്. അതും കൂടെ കണക്കിലാക്കി ഇവന്മാരെ പിടിച്ച് റിമാൻഡിലിട്ടാണ് അയാളെയും പിടിച്ചിടാൻ പറ്റണം. അത് പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട്? അയാൾക്ക് പിടിപാടുള്ളത് കൊണ്ടോ? കുറെ ദിവസമായി അയാൾ ഇപ്പോഴും ഒളിവിലാണെന്ന്. ഒളിവിൽ കിടക്കുന്ന അയാളെ പിടിക്കാൻ പറ്റുന്നില്ലേ? ചോദ്യം ചെയ്ത് ആദ്യമേ വിട്ടു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഒളിവിൽ പോയി. ഇതുവരെയായിട്ടും പിടിക്കാൻ പറ്റുന്നില്ല. അല്ല, അത് മനസ്സിലാവുന്നേ ഇല്ല അത് എന്തുകൊണ്ടാണെന്ന്. ഇപ്പൊ ഇന്ന് രാവിലെ ആ പയ്യന്റെ വീട്ടിലേക്ക് അവന്റെ സഹപാഠികൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹപാഠികളെ നിനക്കൊക്കെ ഇപ്പോഴാണോ അവന്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലാൻ തോന്നിയെന്നൊരു ചോദ്യം ഉണ്ടേ, മനസ്സിലായോ? ആ ചോദ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് കാണാം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ മരിച്ച നിതിന്റെ അമ്മയെ വീട്ടിലെത്തിക്കണ്ട് കോളേജിലെ സഹപാഠികൾ. മകന്റെ സുഹൃത്തുക്കളെ കണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയാണ് നിതിന്റെ അമ്മയെ ഈ സുഹൃത്തുക്കൾ കണ്ടിരിക്കുന്നത്. വയ്യ, എനിക്കത് മൊത്തം കേൾപ്പിക്കാൻ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, ചാനൽസിലൊക്കെ കിടപ്പുണ്ട്. എനിക്കത് മൊത്തം കാണാനായിട്ടുള്ള ഒരു ത്രാണിയില്ല ഇപ്പോൾ. കാര്യം എല്ലാവർക്കും പിടി കിട്ടിയല്ലോ, ഇത്രേ ഉള്ളൂ പറയാൻ. കൂട്ടുകാരെ, തെണ്ടികളെ, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. എവിടെയായിരുന്നു? അവൻ്റെ അടക്കത്തിന് പോലും ഒരാളെയും കണ്ടില്ല. ആ കോളേജിൽ നിന്നും ഒരാൾ വന്നില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്കൊക്കെ അങ്ങോട്ട് ധൈര്യം കയറി കാണും അല്ലേ? അതായിരിക്കും ഇപ്പം ഇറങ്ങിയത് ആ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക്. കഷ്ടം. പുതുതലമുറ കൊള്ളാം. ഇച്ചിരി ഒരു നട്ടലിനൊരു ഉറപ്പ് കാണിക്കും, പ്രത്യേകിച്ച് അവിടുത്തെ ആൺപിള്ളേർ. മനസ്സിലായോ? KSUക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ മുദ്രാവാക്യം വിളിക്കാനും അങ്ങോട്ട് ഇടിച്ച് കയറാനും ഒക്കെ. ഇപ്പം ആരെയും കാണുന്നില്ല. ലോണാപ്പിന്റെ പുറകെ എല്ലാവരും പോയപ്പോൾ റാംസാറിനെ അങ്ങ് വിട്ടു, അയാളെ പുറത്താക്കി കോളേജിൽ നിന്ന്. അവിടെ കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് അവിടെ തീർന്നു. എന്നാൽ അയാൾ കാരണം കൂടെയാണോ ഈ ചെറുക്കരുത് ചെയ്തത് എന്ന് അന്വേഷിക്കുന്നില്ല. കാരണം ഇവിടെ കിട്ടി ലോണാപ്പ്. അപ്പൊ പിന്നെ ലോണാപ്പ്, കംപ്ലീറ്റ്ലി ലോണാപ്പ്. ഇതാണ് നമ്മുടെ നാട്ടിലെ കേസന്വേഷണവും, നമ്മുടെ നാട്ടിലെ നിയമവും, നമ്മുടെ നാട്ടിലെ പുതുതലമുറയും. അങ്ങനെ തന്നെ ഞാൻ പറയും കേട്ടോ. അന്നൊക്കെ ജാഥയ്ക്കും മാർച്ചിനും കല്ലെറിയാനും കോളേജിലോട്ട് ഇടിച്ചു കയറാനും ഒക്കെ ഭയങ്കര അരക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നിനെ കാണുന്നില്ല, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് വലിയ, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ പോലും വലിയ റീച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ആരും ശ്രദ്ധിക്കത്തില്ല, ആർക്കും വേണ്ട, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞല്ലോ. പക്ഷേ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ, നിങ്ങൾ ഓർത്തോണം, നാളെ നിങ്ങളുടെ മക്കളുടെ മക്കളെയോ ഒക്കെ കോളേജിലേക്കൊക്കെ വിടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കണം. പിള്ളേരോട് മക്കളെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലമാണ്, പിള്ളേർ മിണ്ടത്തില്ല. പക്ഷെ നമ്മളായിട്ട് അന്വേഷിക്കണം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചെന്ന് കൊട്ടിക്കണം. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിള്ളേരെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ കേട്ടോ, പറയാതിരിക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.